മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. സ്വാഗത പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞ പോലെ ഒരു ദൈവിക നടത്തിപ്പായി തന്നെ ഞാൻ ഈ കൂട്ടായ്മയെ കാണുന്നു. ഒരു ഭദ്രാസനം അതൊന്നായി ചേർന്ന് വിവിധങ്ങളായ സംഘടനകളോട് ചേർന്ന്, നാട്ടുകാരോട് ചേർന്ന്, വന്യ മേൽപ്പട്ടക്കാരോട് ചേർന്ന് നമുക്കൊരു ക്രിസ്തു, നമുക്കൊരു സുവിശേഷം, നമുക്കൊരു കൂട്ടായ്മ, നാം ഒന്ന് എന്ന ലോകത്തോട് പറയുന്ന അസുലഭമായൊരു സന്ദർഭം. വിവിധങ്ങളായ സംഘടനകൾ വിവിധങ്ങളായ ദിവസങ്ങളിൽ ഒന്നിച്ചുകൂടി അവരവരുടേതായ രീതിയിൽ ഈ വലിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അത്രയും പണച്ചെലവ് വേണ്ട, നമുക്ക് ഒന്നായി കൂടി വന്ന് ഒന്നിച്ചത് പൂർത്തീകരിക്കാം. ഈ ഒരു ചിന്തയാണ് ഇതിൻ്റെ പിന്നിൽ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും കൂടിയിട്ടില്ല, ഇങ്ങനൊരു ചിന്ത ആരുടെയും മനസ്സിൽ വന്നിട്ടുമില്ല. എന്നാൽ ഇത് അനുഗ്രഹീതമായൊരു കൂട്ടായ്മയും കൂടിവരവും സന്തോഷകരമായൊരു സായാഹ്നവും ആക്കി തീർക്കുവാൻ ദൈവം സഹായിക്കുന്നു. ഈ കൂട്ടായ്മയുടെ എല്ലാം പുറകിലൊരു നല്ല നൊമ്പരമുണ്ടാവണം. ക്രിസ്ത്യാനിയായി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തല്ലുകൊള്ളുക, കൊല്ലപ്പെടുക, പരിഹസിക്കുക. ഈ നാടിന് എന്ത് സംഭവിച്ചു? നമ്മുടെ രാജ്യത്തിന് എന്ത് സംഭവിച്ചു? നാനാത്വത്തിൽ ഏകത്വം എന്ന് നാം പ്രഘോഷിക്കുന്നു. ഭാരത മാതാവിൻ്റെ മക്കളാണ് എല്ലാവരും എന്ന് പറയുന്നു. ഭാരതമെന്ന് കേട്ടാൽ രക്തം പൊടിയണമെന്നും ഉള്ളു പിടയണമെന്നും ഒക്കെ പഠിപ്പിക്കുന്ന കാലത്ത് ഈ നാട്ടിലെ മുൻ രാജാക്കന്മാരും ന്യായാധിപന്മാരും എത്രയോ ഹൃദ്യമായി ഈ രാജ്യം ഭരിച്ചിരുന്നവരാണ്. ചെറിയ മനസ്സിനുടമകളായി വലിയ മനുഷ്യർ തീരുമെന്നാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം. നാം എന്ത് ദ്രോഹമാണ് ജനങ്ങൾക്ക് ചെയ്യുന്നത്? എന്ത് അപരാധമാണ് ക്രിസ്ത്യാനി ചെയ്യുന്നത്? ഒരാളോട് പോലും തിരിച്ചു തല്ലണ്ട എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗുരുവും അത് പ്രാവർത്തികമാക്കണമെന്ന് പറയുന്ന സഭയും ഈ ദേശത്തുള്ളതാണ്. കണ്ണുള്ളവർക്കും കാതുള്ളവർക്കും ഹൃദയമുള്ളവർക്കും അത് മനസ്സിലാകും. എന്തുകൊണ്ട് നാം പീഡിപ്പിക്കപ്പെടും? കുഴപ്പം നാം തന്നെയാണ്. മാർഗത്തിൽ സത്യമില്ലാതെ വന്നു കഴിയുമ്പോൾ നമ്മളെ ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഒരു 100 വർഷം മുമ്പ് ഇവിടുത്തെ ക്രിസ്ത്യാനി തേങ്ങ ആട്ടി കൊപ്ര ആട്ടി വെളിച്ചെണ്ണയുമായി വരുമ്പോൾ ഇവിടുത്തെ സമൂഹങ്ങൾ ഒരു ക്രിസ്ത്യാനി അന്വേഷിച്ച് പോകുമായിരുന്നു. നീ ശുദ്ധിയുള്ളവനാണ്, നിൻ്റെ മാർഗം ശുദ്ധിയുള്ളതാണ്, നീ ദൈവഭയമുള്ളവനാണ്, വരിക, വന്ന് ഈ എണ്ണയിലൊന്ന് തൊടുക, ഇത് ശുദ്ധമാകും, അത് കഴിക്കുന്ന ഞങ്ങളും ശുദ്ധരായിത്തീരും. നോക്ക്, എന്ത് വലിയ സാക്ഷ്യമാണ് നമ്മുടെ പൂർവികരോട് ഈ നാട് കാണിച്ചത്. ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാവരെയും ഹൃദയം തുറന്ന് സ്വീകരിക്കുന്ന ഒരു സമൂഹം, പ്രത്യേകിച്ച് ഹിന്ദു സമുദായം ഏറെ ബഹുമാനിച്ചിരുന്നു നമ്മെ. നമുക്കും തിരിച്ചങ്ങനെ ആയിരുന്നു. സ്വർഗരാജ്യത്തിൻ്റെ പതിപ്പ് പോലെയാണ് ഇന്ത്യ. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയം, ദൈവത്തിൻ്റെ ഹൃദയം. സാധാരണ ഒരു ഹൃദയത്തിന് ഒരുവൻ്റെ മുഷ്ടിയുടെ അത്രയും വലിപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിക്ക് ഭയങ്കര വലിപ്പമാണ്. അതേ സ്വഭാവമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. നാം അതിനെ എങ്ങനെ പ്രതിരോധിക്കും? ഒന്ന്, നന്നായി ജീവിച്ച് പ്രതിരോധിക്കാൻ കഴിയും. മറ്റൊന്ന്, നമുക്ക് വേണ്ടി ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മാർഗം അങ്ങനെയാണ്. ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മീഷൻ ഒരിക്കൽ പുറത്തുവിട്ട ഒരു രേഖ അനുസരിച്ച് അവർ പറയുന്നു, 39% of the total population of India is benefited by the 3% Christians. ഭയങ്കര സാക്ഷ്യമാണ്. 39% of the total population of this world, this country, India, is benefited by 3% Christians. 3% ക്രിസ്ത്യാനികളെ കൊണ്ട് 39% ഈ രാജ്യത്തെ ആളുകൾ ധന്യരാകുന്നു, അനുഗ്രഹീതരാകുന്നു, സഹായിക്കപ്പെടുന്നു.
ഇതാണ് നമുക്ക് ഈ രാജ്യത്തിന് കൊടുക്കാവുന്ന പ്രതിഫലം. ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും പ്രധാനപ്പെട്ട ആളുകളെയും വൈസ് പ്രസിഡൻ്റെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, എവറി സൺഡേ വി ആർ പ്രേയിങ് ഫോർ യു. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ നന്നായി ഭരിക്കാൻ വേണ്ടി. ദൈവദത്തമായി നിങ്ങൾക്ക് ലഭിച്ചതാണ് ഈ അധികാരം, മറക്കരുത്. പോപ്പ് അവരോധിക്കപ്പെടുമ്പോൾ ഒരു കർദിനാൾ വന്ന് പോപ്പിനോട് മുഖത്ത് നോക്കി പറയും, താങ്കളൊരു മനുഷ്യനാണെന്ന് എന്ന് ഓർത്തോണം. രാജ്യം ഭരിക്കുന്നവരോടും നമ്മളത് പറയേണ്ടതാണ്. ഈ രാജ്യം അനുഗ്രഹീതമാകുന്നത് ജനങ്ങളുടെ സമാധാനവും ഭംഗം വരുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് ഒന്നിച്ച് നമുക്ക് പറയാം, ദൈവമേ, ഈ മനോഹരമായ രാജ്യത്തിന് വേണ്ടി സ്തോത്രം. ഇന്ത്യ പോലൊരു രാജ്യമില്ലല്ലോ, ഭാരതം പോലൊരു രാജ്യം ലോകത്തെങ്ങുമില്ലല്ലോ, ഞങ്ങളെവിടെ ആക്കില്ലോ. ഭാഗ്യവാനായ മാർത്തോമാ ശ്ലീഹായെ ഈ മണ്ണിലേക്ക് അയച്ചല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് സാക്ഷിച്ച അപ്പോസ്തലൻ ഇന്ന് നമുക്കിങ്ങനെ കൂടി വരുവാൻ, പിതാക്കന്മാരോട് ചേർന്ന് വയ്ക്കുവാൻ ഒരു വിശ്വാസവും ഒരു സമൂഹത്തെ, ഒരു സഭയെ ഒക്കെ ദൈവം ഉണ്ടാക്കി തന്നല്ലോ. നമുക്ക് ആർത്ത് സന്തോഷിക്കാം, നമുക്ക് നൃത്തം ചെയ്യാം. ഇതുപോലൊരു രാജ്യം ലോകത്തിലില്ല എന്ന ലോകത്തിലെല്ലാവരോടും പറയാം. ഉപദ്രവം സഹിക്കുമ്പോഴും അങ്ങനെയാണ്. ഗ്രഹാം സ്റ്റെയിൻസ് എന്നൊരു മിഷണറി കുഷ്ഠരോഗിയുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ വന്ന മിഷണറിയാണ്. ഒറീസ ആണ് അവർ തിരഞ്ഞെടുത്തത്. ഒരു രാത്രി അവരുടെ ജീപ്പിൽ തന്നെ അപ്പനും മക്കളും കൂടെ കിടന്ന് ഉറങ്ങുമ്പോൾ അവർക്ക് തീ വെച്ച് കൊന്നുകളഞ്ഞു. അന്ന് ഞാൻ ചുങ്കത്തറയിലാണ്. കാതോലിക്ക ബാബ തിരുമേനി അവിടെയുണ്ട്, മാത്യൂസ് ദിദിയൻ തിരുമേനി. ഞങ്ങൾ ഒന്നിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ബാബായോട് പറഞ്ഞു, ഒരു സങ്കടമുണ്ടായി, ഒരനിഷ്ടമുണ്ടായി. കാത് കൂർപ്പിച്ച് കേട്ടിട്ട് ബാബ പറഞ്ഞു, ഇത് നന്നായി, ഇത് നന്നായി. ഞാൻ ചോദിച്ചു, ബാബയ്ക്ക് എന്താ പറ്റി? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ലയോ? ഒരു മിഷണറിയും 2 പിള്ളേരെയും കൊന്നു എന്ന് കേട്ടപ്പോൾ നന്നായി നന്നായി എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞു, നന്നായി. ഇതുമൂലം വാജ്പേയി യേശുവിനെ അറിയും, ഇതുമൂലം ഭാരതം യേശുവിനെ അറിയും. അത്ഭുതകരമാണ് ബാബാ തിരുമേനിയുടെ പ്രതിബന്ധനം ഇതുമൂലം. ഇതാണ് ക്രിസ്ത്യാനി. കൊല്ലുമ്പോഴും കൊല്ലപ്പെടുമ്പോഴും ഇതുമൂലം ദൈവസ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമൂഹമായി നിലനിൽക്കണം. നമുക്കതാണ് സാക്ഷ്യം. കീഴലങ്കാരി ഒരു കന്യാസ്ത്രീയെ ഇതുപോലെ തന്നെ മധ്യപ്രദേശത്തിൽ 51 കുത്തി കൊന്നുകളഞ്ഞാണ്. പ്രതിയെ പിടിച്ചു. സമുദ്രസിംഗ് എന്ന് പറയുന്ന ആളിനെ പിടിച്ചു, ജയിലിലിട്ടു. 1-2 വർഷത്തിനുള്ളിൽ ഈ മറിയ റാണിയ എന്ന സിസ്റ്ററുടെ സഹോദരിയും കത്തോലിക്ക സിസ്റ്ററാണ്. അവരും ഒരു വൈദികനും ചേർന്ന് ജയിലിൽ ചെന്നു. വടക്കേ ഇന്ത്യക്കാരുടെ കയ്യിലൊരു രാഖി കെട്ടുക എന്നൊരു ഏർപ്പാടുണ്ട്. ഈ കൊലയാളിയുടെ കയ്യിൽ ഈ കന്യാസ്ത്രീയുടെ ഒരു രാഖി കെട്ടി, നിങ്ങൾ എൻ്റെ സഹോദരൻ, നിങ്ങളോടൊരു വിരോധവും ഞങ്ങൾക്കില്ല. ക്രമേണ അവരുടെ സന്ദർശനം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി. ഇന്ന് അദ്ദേഹം ഒരു മിഷണറിയാണ്. ജയിലിൽ നിന്ന് പുറത്തു വന്ന ഉടനെ സമുദ്രസിംഗ് പെരുമ്പാവൂരിനടുത്തുള്ള ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ റാണി മറിയ സിസ്റ്ററിൻ്റെ അപ്പൻ ഡെത്ത് ബെഡിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് വന്നിച്ചിട്ട് സമുദ്രസിംഗ് പറഞ്ഞു, പിതാവേ, നിങ്ങളുടെ മകളെ ഞാനാണ് കൊന്നത്, തെറ്റിദ്ധരിച്ച് കൊന്നതാണ്, ദൈവത്തിന് വേണ്ടി കൊന്നതാണ്, ക്ഷമിക്കണം. അപ്പോൾ കട്ടിലിൽ കിടന്നുകൊണ്ട് ഈ അപ്പൻ പറയുന്നു, 90 വയസ്സുകാരൻ, മകനെ, നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, നീ എൻ്റെ മകനായിട്ട് അംഗീകരിക്കുന്നു. നോക്കുക, പ്രതിരോധങ്ങൾ എന്നും പ്രതികൂലങ്ങളാണ്. ഇപ്പോഴല്ല, കർത്താവുണ്ട കാലത്തെല്ലാം ഇത് തന്നെ സംഭവം. ഞാൻ ബോംബെ ബിഷപ്പായിരിക്കുമ്പോൾ അവിടെ ആരംഭിച്ചാണ് മഹാരാഷ്ട്ര മിഷൻ. ഗ്രാമങ്ങളിൽ ക്രിസ്തുമാർഗത്തിലേക്ക് വന്നവരുടെ ഇടയ്ക്ക് ഒരു
ഒരു കൂട്ടായ്മ യോഗം കൂടി വരുമ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾ ഇതറിഞ്ഞ് ക്യാമറയുമായി ഓടി വരുന്നു. അപ്പോൾ അവർ പ്രസംഗമൊക്കെ നിർത്തി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ മിഷണറി, ഒരു ആലീസ് എന്ന് പറഞ്ഞൊരു മിഷണറി സ്ത്രീയാണ്, വനിതയാണ്. അപ്പോൾ ഞാൻ അവരോട് എൻ്റെ ദുഃഖം, അയ്യോ സങ്കടമായിപ്പോയല്ലോ, അതെല്ലാം എങ്ങനെ പറ്റുക. അപ്പോൾ ആ സ്ത്രീ എന്നോട് ധൈര്യത്തോട് പറഞ്ഞു, വാട്ട് ഈസ് ദിസ് സെറിമണി? വി ഹാവ് ടു ഫേസ് ഇറ്റ്. പെർസിക്യൂഷൻ സ്റ്റാർട്ടഡ് ഫ്രം ദ ഫസ്റ്റ് സെഞ്ചുറി ഓൺവേർഡ്സ്. ഞാൻ തോറ്റുപോയി. അവൾ പറയാണ്, നമ്മളതിനെ പ്രതിരോധിക്കണം. ഇതെന്നും ഉണ്ടാകും. അലസരാകേണ്ട സമയമല്ല, അമ്പ് വില്ലും താഴെ വയ്ക്കേണ്ട സമയമല്ല. പ്രതിരോധിക്കണം. തല്ലിയോ അടിച്ചോ അല്ല, പ്രാർത്ഥന കൊണ്ട് തന്നെ നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റണം. നിങ്ങൾക്കൊരു രക്ഷകൻ, ക്രിസ്മസിന് ഏറ്റവും വലിയ എന്നേക്കുമുള്ള ഒരേ ആഹ്വാനം ഒന്ന് മാത്രമേ ഉള്ളൂ, ഫോർ യു എ സേവിയർ. ആട്ടിടയന്മാരോട് മാലാഖമാർ പാടിയതാണ്, നിങ്ങൾക്കൊരു രക്ഷകൻ. എല്ലാ കാലത്തിലുള്ള ജനങ്ങളോട് സഭയ്ക്ക് പറയാനുള്ള ഒരേ സുവിശേഷമേ ഉള്ളൂ, നിങ്ങൾക്കൊരു രക്ഷകൻ. പാപത്തിൽ നിന്നും മരണത്തിലും കഴിയുന്ന എല്ലാവർക്കും വിടുതൽ തരുന്ന ദൈവം, രക്ഷകൻ. ദൈവം ഒരു മനുഷ്യരൂപത്തിൽ അവതരിച്ചാണ് യേശു. ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. വിശ്വസിക്കുക, നീ രക്ഷിക്കപ്പെടും, നീ രക്ഷപ്പെടും. ഈ സുവിശേഷം പറയാൻ ഇന്ന് സഭകൾക്ക് കഴിയുന്നില്ല. ഇവിടെയൊക്കെയാണ് കുഴപ്പം. സഭകളായ സഭകളെല്ലാം പിളർപ്പാണ്, ഭിന്നതയാണ്, പ്രശ്നമാണ്. സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനിയുടെ അലസത കൊണ്ട് സംഭവിക്കുന്നതാണിത്. ദൈവത്തെ ഭയപ്പെടാതെ ഒരു തലമുറയായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പീഡനങ്ങളാണ് ഇതൊക്കെ. നമ്മൾ സ്വയം വരുത്തി വെക്കുന്നതാണ് ഒത്തിരി. പ്രതിരോധിക്കാൻ നമുക്കും കഴിയാതെ പോകുന്നു, അശക്തരായിരിക്കുന്നു, പവറില്ല. ശിംശോന്റെ സഭ പോലെയാണ് നമ്മുടേത്. വലിയ ആചാനുബാഹുവായിട്ടുണ്ടെങ്കിലും ബലമില്ലാത്ത സമൂഹവും വിശ്വാസികളും സഭയും. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്, ഗോഡ് ആൻഡ് സേവിയർ എന്ന് പറയാൻ മടിക്കുന്ന ക്രിസ്ത്യാനി ഉള്ളതുകൊണ്ടാണ് തോറ്റുപോകുന്നത്. നമ്മളൊരു സാച്ചുറേറ്റഡ് പോയിന്റിലാണ്, എവറസ്റ്റ് കയറിയിരിക്കുകയാണ്. ഇനി എന്ത് നേടാനാണ്? പിള്ളേർക്കെല്ലാം ജോലി, പിള്ളേർക്കെല്ലാം പുറത്തെ രാജ്യങ്ങളിലല്ല, അവർ സുഖമായിട്ട് ജീവിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. നമുക്കെന്ത് കുഴപ്പം? നല്ല വീട്, നമുക്കെന്ത് കുഴപ്പം? രക്ഷകനെ അറിയാത്ത ഒരു സമൂഹം നമ്മൾ ചുറ്റുമുണ്ടെന്ന ധാരണ പോലും നമുക്കില്ല. സുവിശേഷമല്ല എല്ലായിടത്തും നിന്ന് പോയിരിക്കുകയാണ്, പേടിച്ചാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ വരുവാൻ എനിക്ക് എഴുതി, ഞാൻ കഴിഞ്ഞ ആഴ്ച 15 വേദപുസ്തകം കൊടുത്തു. ആളുകൾ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുന്നു. ക്രിസ്തുവിനെ അറിയാതെ ആളുകൾ മരിച്ചു പോയിരുന്നൊരു ഭാരം ക്രിസ്ത്യാനിക്കില്ലാത്തതാണ് ഇപ്പോഴത്തെ കുഴപ്പം. പ്രശ്നങ്ങളുണ്ടാവും. വി ഹാവ് ടു ഫേസ് ഇറ്റ്. എങ്ങനെ ഫേസ് ചെയ്യും? ഞാനിങ്ങനെ കുപ്പായം ധരിച്ച് മാറി ഇരുന്ന് എന്ത് തല്ല് കിട്ടും? എന്തിനു നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു? നമ്മുടെ ഉള്ളിൽ തന്നെ ക്രിസ്തു ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ മക്കൾ വിശ്വാസത്തിൽ വളരെ പുറകോട്ടാണ്. ധൈര്യമുള്ള മക്കളില്ലാതെ പോകുന്നതാണ് തലമുറയ്ക്ക് ദോഷം. വിശ്വാസം കുറയുന്ന മക്കൾ ഉണ്ട വീട് എന്താണ്? തോമസ് ലീയുടെ കാലം മുതലേ നമ്മളുണ്ടെന്ന് ഊറ്റം കൊള്ളുന്നതല്ലാതെ പിന്തുടർച്ചക്കാരില്ലെങ്കിലോ? നമ്മുടെ പള്ളികളെല്ലാം ശൂന്യമായി പോയാലോ? ആരും തോൽപ്പിച്ചിട്ടില്ല, നാം സ്വയം തോൽപ്പിക്കപ്പെടുകയാണ്. യേശു എൻ്റെ ഉള്ളിൽ വന്ന നാളിൽ എന്ത് മോദം! ആർത്തുത്സിക്കാം, പാടാം, നമുക്ക് നൃത്തം ചെയ്യാം. ഇവിടെ പാടുന്ന ഗായകസംഘക്കാരുടെ എല്ലാം ഹൃദയത്തിൽ നിന്ന് വേണം പാടാൻ, തലമുണ്ടയിൽ നിന്ന് പാടിയിട്ട് കാര്യമില്ല. അത് നമുക്ക് കേട്ടറിയാം. സിങ് ഫ്രം ദ ഹാർട്ട്.
2 വർഷം മുമ്പ് ഞാൻ വെള്ളക്കുളങ്ങര സ്ത്രീകളുടെ ജയിലിൽ പോയി ക്രിസ്മസ് സന്ദേശം പറയാൻ വേണ്ടി പോയതാണ്. എനിക്ക് പേടിയാണ്. 10-70 സ്ത്രീകൾ അവിടെ ഉണ്ട്. അതിനകത്ത് മർത്തോമ പെണ്ണുങ്ങൾ സ്ത്രീകൾ വല്ലതും ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. സത്യം പറഞ്ഞ് ഞാൻ അവരുടെ മുഖത്ത് നോക്കിയില്ല. ആരെങ്കിലും കാണുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആവട്ടെ, നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ പാട്ട് പാടാമോ? അപ്പോൾ ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിച്ചിട്ട് അവർ പാടുകയും, യേശുവേ നീയാണ് എനിക്ക് രക്ഷ, നീയാണ് എനിക്ക് ബലം, കുരിശനിലാണ് എനിക്ക് ആശ്രയം. ഞാൻ പൊട്ടിപ്പോയി. ഒരു ജയിലിൽ കിടക്കുന്ന കൊലവിധിക്ക് ഏറ്റ ഒരു സ്ത്രീ പറയുന്നു, യേശുവേ നീയാണ് എനിക്ക് ബലം, കുരിശിതനിലാണ് എനിക്ക് ആശ്രയം, കുരിശാണ് എനിക്ക് അഭയം. അപ്പോൾ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യാമറിയാമിനോട് പറഞ്ഞത്, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനായിരിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ഏത് പാപിയെയും ആകർഷിക്കുന്ന പേരാണ് യേശു. ബിലീവ് ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നീ രക്ഷപ്പെടും, നിൻ്റെ കുടുംബം രക്ഷപ്പെടും. നമുക്കിത് ആളുകളോട് പറയാൻ തോന്നും. ആരുടെയും തലയിൽ നിങ്ങൾ വെള്ളം കോരി ഒഴിക്കാൻ നോക്കണ്ട. എന്നാൽ ഈ സദ്വർത്തമാനം പറയണം. നീ പാപഭാരത്തിലാണോ? വരിക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് മരിച്ചത് നിനക്ക് വേണ്ടിയും കൂടിയാണ്. അത് നീ വിശ്വസിച്ചാൽ നിനക്ക് പാപപരിഹാരം ഉണ്ടാകും. പാപപരിഹാരം ഉണ്ടെങ്കിൽ നിനക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടാകും. നിനക്ക് ബന്ധമുണ്ടെങ്കിൽ മരണത്തിനപ്പുറമായിട്ടൊരു ജീവിതവും ദൈവം തരും, ഗിഫ്റ്റായിട്ട് തരും, സമ്മാനമായിട്ട്. ഇതാണ് സുവിശേഷം. ഇത് പറയാൻ നാം മടിക്കുന്നതുകൊണ്ടാണ്, നമ്മുടെ വീട്ടിൽ പിള്ളേരോട് പോലും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്കുള്ള അധോഗതി. ഞാനും എൻ്റെ കുടുംബം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ പറയാനുള്ള കെൽപ്പുണ്ടാവണം. ചുമ്മാ പറയാനൊക്കത്തില്ല. മക്കളെ എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞെക്കി ദൈവത്തോട് പറയാം, ഞാനും എൻ്റെ കുടുംബമോ. അപ്പോഴാണ് ക്രിസ്മസ് അർത്ഥവത്വം യാഥാർത്ഥ്യവുമായി തീരുന്നത്. അധിക്ഷേപിക്കപ്പെടുന്നവരെക്കുറിച്ചും ക്രിസ്ത്യാനികളായതിനെക്കുറിച്ചും ഇന്ത്യയെ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ ഇതിനേക്കാൾ കഷ്ടമാണ്. ക്രിസ്ത്യാനിയുടെ ഓരോ വീട്ടിൽ വന്നിട്ട് പറയും, ഇത് നിൻ്റെ വീടല്ല, ഇന്ന് മുതൽ എൻ്റെയാണ്, നാളെ ഇറങ്ങിത്തരണം, അല്ല കൊന്നുകളെ. നമുക്കതിൻ്റെ ഭീകരത അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അങ്ങനൊരു സംഭവം നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്കതിൻ്റെ പെയിൻ ഉണ്ടാകും. ഇതെല്ലാം രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സുവിശേഷം വായിച്ച് അവിടെ എല്ലാം ഇത് എഴുതിയിട്ടുണ്ട്. തമ്പുരാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് സംഭവിക്കില്ലെന്നോ ഞങ്ങൾക്കിത് സംഭവിക്കില്ലെന്നോ ഞങ്ങൾ സുറിയാനിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവത്തില്ല. വിശ്വാസം ബലപ്പെടേണ്ട സമയമാണിത്. വനത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന മരങ്ങൾക്കൊക്കെ നല്ല വലിപ്പമുള്ളതാണ്. അതിൻ്റെ വേരുകൾ വളരെ ആഴത്തിൽ ചെല്ലുന്നതാണ്. എത്ര കാറ്റ് പിടിച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല. അതാണ് ഉൾവനത്തിലെ മരങ്ങളെ സംരക്ഷിക്കുന്നത്. ഇതുപോലുള്ള പ്രതിസന്ധിയുടെ മധ്യത്തിൽ വിശ്വാസത്തിൽ നല്ല ആഴവും പ്രാർത്ഥനയും നല്ല വിശ്വാസവും കർത്താവിൻ്റെ വലിയ ആശ്രയം നമുക്കുണ്ടാവണം. അപ്പോൾ നമുക്കൊന്നിച്ച് നൃത്തം ചെയ്യാൻ പറ്റും. കർത്താവ് തന്നെ നമുക്ക് രക്ഷ. ചരിത്രത്തിൻ്റെ സന്തതിയായി ജനിച്ചവനെ, നീയാണ് ഞങ്ങൾക്ക് ബലം. ആ വലിയ അനുഭവം പ്രഘോഷിക്കുന്നതിന് നമ്മുടെ കൂട്ടായ്മ മുഖാന്തരമാവട്ടെ. 1993 ഞാനൊരു മെത്രാനാകുന്നത്. ചെങ്ങന്നൂരാണ് ആദ്യത്തെ സ്ഥലം. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ആലോചന ദൈവം തന്നു. ഇതുപോലെ ഭദ്രാസനത്തിൽ എല്ലാവരും ഒന്നിച്ച് കൂട്ടണം. കുടുംബ സംഗമം എന്നൊരു പേര് അന്ന് ആരും കേട്ടിട്ടില്ല. ഇന്ന് സുലഭമാണ്. അപ്പോൾ ഞാൻ പള്ളി കമ്മിറ്റി വിളിച്ചുകൂട്ടി ഭദ്രാസന കമ്മിറ്റിക്കാരോട് പറഞ്ഞു, നമുക്ക് പള്ളികളെല്ലാം
അന്ന് 65 പള്ളിയാണ്. 65 പള്ളിക്കാരെ ഒന്നിച്ചു കൂട്ടാം. പലർക്കും അതൊരു പുതിയ സംരംഭമായതുകൊണ്ട് യോജിച്ചില്ല. എന്നാലും കമ്മിറ്റി കൂടി പറയും എത്ര പേര് വരും, 2000 പേര് വരാം. ഞാൻ പോയി കഴിയുമ്പോൾ കമ്മിറ്റിക്കാരത് 1000 കുറയ്ക്കും. രണ്ടാമത്തെ കമ്മിറ്റി കൂടുമ്പോൾ ഞാൻ 1000 പേരെ കൂട്ടും, അവർ 500 പേരെ കൂടെ കുറയ്ക്കും. ഒരു ഫൈനൽ കമ്മിറ്റി വന്നപ്പോൾ ഒരു 7000 പേര് വരും എന്ന് ചിന്തയുണ്ടായി. 5 കാളെ മേടിക്കുക. ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ ഒരു ഹോളുണ്ട്, അവിടെ വെച്ച് കാളെ അറുത്ത് മാംസം, ചപ്പാത്തി, ഒരു പഴം, ഒരു കുപ്പി വെള്ളം. അപ്പോൾ ആളുകൾ പറഞ്ഞു ചാറുകറി ഇല്ലെങ്കിൽ തൊണ്ടയിലിരുന്ന് ആളുകൾ ശ്വാസം പൊട്ടിപ്പോവും. അപ്പം ഞാൻ പറഞ്ഞു 10 മെത്രാന്മാർ വരുന്നുണ്ട്, 50 അച്ഛന്മാരുണ്ട്, അടക്കാൻ ഒരു കുഴപ്പമില്ല, ആളുണ്ടല്ലോ. 500 പേര് കാണുമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം രാവിലെ കുർബാന. 500 പേർക്ക് കുർബാന കൊടുത്തിട്ട് 1000 പേര് വന്നിട്ടും പിന്നെയും ആളുകൾ മുട്ടുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം തമ്പുരാന് എങ്ങനെ ഇവരെ ഫീഡ് ചെയ്യും? 2000 പേര് കുർബാനയ്ക്ക് വരുന്നു, 2500 പേരായി വർദ്ധിച്ചു വരുന്നു. നോക്കുമ്പോൾ വഴിയെല്ലാം ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 10000 പേര് വന്നു. 8000 പേർക്കുള്ള ഭക്ഷണം പിന്നെയും മാർക്കറ്റ് അടുത്തായതുകൊണ്ട് ബാക്കി എല്ലാവരെയും ഫീഡ് ചെയ്തു. നാം ഒന്നാണെന്നും നമുക്ക് ഒന്നായി നിൽക്കണമെന്നും ക്രിസ്തുനാമം മഹത്വപ്പെടണമെന്നും അന്ന് കിട്ടിയൊരു ദർശനമാണ് ഈ കൂടിവരവും ഈ കൂട്ടായ്മയും. പല പള്ളികളിലായി നാം നിൽക്കുന്നുവെങ്കിലും നമുക്കൊന്നിച്ച് ഈ ക്രിസ്തുനാമം പുകഴ്ത്തപ്പെടുന്നതിനെ, മഹത്വീകരിക്കുന്നതിനെ ദൈവമേ തന്നെ. കുട്ടികളില്ലാത്തൊരു കാലം പോലെ നമുക്ക് തോന്നും. ഇവിടെയൊക്കെ മുമ്പിൽ ഉമ്മാരെ ഇരുത്തേണ്ടതാണ്, കണ്ടുപഠിക്കണം. എൻ്റെ ചെറുപ്പത്തിൽ 5 വയസ്സുള്ളപ്പോൾ ബർന്നവാസ് സിനിമേനി പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇപ്പോൾ എനിക്ക് 90 വയസ്സായി. അങ്ങനെ തലമുറകളെ പഠിപ്പിക്കാൻ, കൂടെ കൊണ്ടു നടക്കാനും കഴിയുമ്പോൾ മാത്രമേ നമുക്കിതുള്ളൂ. നിങ്ങൾ തന്നെയാണ് വന്ന് പിള്ളേരെല്ലാം വീട്ടിലടച്ചിട്ട് വേണം വന്ന്. ഇതൊരു ഉത്സവമായിരിക്കണമെന്നായിരുന്നു എൻ്റെ ചിന്ത. ലെറ്റ് us സെലിബ്രേറ്റ് ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്. ആ ഒരു ചിന്ത നമുക്കുണ്ടായി. കർത്താവിനെ മഹത്വപ്പെടുത്താനൊക്കെ ഉണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളോട് ചില ആബാലവൃദ്ധം. ഫറവോ രാജാവിൻ്റെ അടുത്ത് മോശ എന്നിട്ട് പറഞ്ഞു, ജനത്തെ വിടണം, ആരാധിക്കാൻ വിടണം. ദൈവം ഫറവോൻ്റെ ഹൃദയം കടുപ്പിച്ചിട്ട് പറഞ്ഞു, വെറുതെ മെനക്കെടാതെ വേറെ പണി വല്ലതും നോക്ക്. പിന്നീട് സംഭവിച്ചു, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ സ്ത്രീകളില്ലാതെ എങ്ങനെ പോകും? പിന്നെ പറഞ്ഞു, കുട്ടികളില്ലാതെ എങ്ങനെ പോകും? എന്നാൽ പൊയ്ക്കോളാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, കന്നുകാലിയില്ലാതെ എങ്ങനെ പോകും? ആബാലവൃദ്ധം. ആബാലവൃദ്ധം. ദൈവത്തെ ആരാധിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു പരിശീലനം നിങ്ങൾ ഉണ്ടാക്കണം. തമിഴ്നാട് നിങ്ങൾ നോക്കുക, ഇപ്പോഴാണേലും ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ അപ്പനും അമ്മയും മക്കളും എല്ലാവരും ചേർന്ന് ഒന്നിച്ചൊരു ഘോഷയാത്രയാണ് പള്ളിയിൽ പോകുന്നത്. അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. ഇതിങ്ങനെ വരുമ്പോഴും ഇനി 2 ആഴ്ച കഴിയുമ്പോൾ ക്രിസ്മസാണ്. ഇപ്പോഴേ ഞാൻ പറയുന്നു, കൺവെൻഷൻ വരുമ്പോൾ അവനവൻ്റെ പിള്ളേരില്ലാതെ ഒരു പേരൻസും വരണ്ട. ഇപ്പോൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ ആവശ്യമുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. കിട്ടാത്തവരെ വീട്ടിലടച്ചും വരുന്നത് ശരിയല്ല. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹീതമായ ഈ കൂട്ടായ്മ, ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇനി നമ്മുടെ കൺവെൻഷൻ. വന്നിയ പിതാക്കന്മാർ 2 പേരും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. നമ്മുടെ MP വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹീതമായ ആത്മബലമാണ്. പറയാം തിരുമേനിമാരോടും MP യോടും. ഇനി നമ്മുടെ MLA വരും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മാന്യരായ പഞ്ചായത്ത് അംഗങ്ങളെല്ലാം ഉണ്ട്. വന്യ വൈദികരുണ്ട്. എല്ലാം സന്തോഷം. എല്ലാവരും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ കൂട്ടായ്മ ഒരുക്കിയ ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ടും
ഇവിടെ എത്രയോ ആളുകൾ അതിൻ്റെ പുറകിലൊക്കെ നിന്ന് പ്രവർത്തിക്കുന്നത്. സംഘാടകരായി പ്രവർത്തിച്ച എല്ലാവരോടും, ഭദ്രാസന സെക്രട്ടറിയോടും ട്രഷററോടും കമ്മിറ്റി അംഗങ്ങളോടും എല്ലാമുള്ള എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. എല്ലാം ഒരു യാഥാർത്ഥ്യമാക്കി തീർത്തതിന് ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.